Fine, we'll look through that. Okay, so we were discussing about our topic, that is the word uh, how to do this. നമുക്ക് നോക്കാം കേട്ടോ ഒരു മിനിറ്റ്. Yes, so this is all about our work and I am going to write something. നമ്മൾ കോമൺലി നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴില്ലേ, നമ്മൾ കോമൺലി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടൈംസ് ന്യൂ റോമനിലായിരിക്കണം നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത്. ടൈംസ് ന്യൂ റോമൻ ഹെഡിങ് ആണെങ്കിൽ ഒരു 14 സ്കെയിൽ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കാലിബ്രി തന്നെ തന്നെയാണ്. ഈ ടൈംസ് ന്യൂ റോമൻ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും, നമ്മുടെ ഒരു പ്രസന്റേഷനോ നമ്മളൊരു സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു സബ്മിഷൻ ആണെങ്കിൽ നമ്മുടെ ബോഡി ഓഫ് ദ കണ്ടന്റ് ഷുഡ് ബി ഇൻ ടൈംസ് ന്യൂ റോമൻ 12. എനിക്ക് തോന്നുന്നു അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ. ഓക്കെ, നോ പ്രോബ്ലം, വി ലുക്ക് ത്രൂ. കാലിബ്രി ഈസ് കമ്മിങ്. ഓക്കെ, എന്തായാലും ടൈംസ് ന്യൂ റോമൻ 12 നമ്മൾ എടുക്കേണ്ടതും ടൈംസ് ന്യൂ റോമൻ 14 നമ്മൾ നമ്മുടെ ഹെഡിങ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ്. See, I'm not seeing him. Ask him to enter one more time. Yes, now it's okay. Okay, Sham, welcome to my class. We are here going to present how to type your content in MS Office. Okay, hope it will be productive for you, since because you have if you know MS Office, it is well and good, but I need to teach others also, right? So what? So here is a MS Office. Now we are going to write some heading. Can write the heading and see the text is going down. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് പേജ് ആണ്. ഈ ഫസ്റ്റ് പേജിൽ നമ്മൾ ഒരു ഓൾമോസ്റ്റ് സെൻട്രലൈസ് ചെയ്യാൻ നോക്കിക്കേ, ഈ ബട്ടൺ നോക്കിക്കേ, മോളിൽ ടാസ്ക് ബാർ അല്ലെങ്കിൽ ടൂൾ ബാർ എന്നും പറയും നമ്മൾ. ഇത് ടൂൾ ബാർ, ഇത് ടാസ്ക് ബാർ. ദിസ് ഇസ് ദ ടൂൾ ബാർ ആൻഡ് ദിസ് ഇസ് ദ ടാസ്ക് ബാർ. ടാസ്ക് ബാർ സെൻട്രലൈസേഷൻ ബട്ടൺ ഉണ്ട്. ഇനി when you take the centralization button, the cursor will move to the center and you could see you can write medicinal plants. Write the heading in capital letters. Depends, okay? Medicinal plants for a new drug. Okay, medicinal plants for a new drug. And if you want to bold it, see, look, I'm going to bold it. If you want to write some scientific names, press enter and come to your left alignment, and you can write the scientific name of, what do you tell, Amaranthus. ചീരയുടെ പേര് നമുക്ക് എഴുതാം. Amaranthus spinosus. Amaranthus spinosus. Okay, Linux. Now you have to write this thing in italics. You select that and take this as italics. കണ്ടോ, മോളിൽ ഒരു ഐ എന്ന് പറഞ്ഞ സിമ്പൽ ഉണ്ട്, അത് വെച്ച് നമുക്ക് ഇറ്റാലിക്സ് ഇടാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു പടം ഇൻസേർട്ട് ചെയ്യാനാണ്. നെക്സ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പടമാണ്. ഇൻസേർട്ട് പിക്ചർ. അപ്പോൾ നമ്മുടെ പിക്ചർ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പിക്ചർ ഇടാം. ഓക്കെ, ആൻഡ് യു ആർ ഗോയിങ് ടു ഇൻസേർട്ട് ദിസ്. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ഈ കോളം എടുത്തിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് റെഡ്യൂസ് സൈസ്. സി, ലുക്ക് ഹിയർ, യു ക്യാൻ റെഡ്യൂസ്. ഇത് എന്തിൻ്റെ പടം നിങ്ങൾക്ക് അറിയോ? വാട്ട് ഇസ് ദിസ്? എനിബഡി അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയോ? ഏതാണ്? Yes, I know you people will say that, but it's not that. Ashoka. Yes, very good, very good. Ashogana. So this is known as, because yeah, but the flower in the pattern different. And the color is almost same with Ixora, but പക്ഷേ അതിന്റെ flower pattern similarity ഉള്ളോണ്ട് പറഞ്ഞതാ. Okay, fine, no problem. Okay, so we'll have the name here as Saraka Ashoka. Okay, ഈ അശോക മരത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ സരാക്ക അശോക നമ്മൾ എഴുതി ഇറ്റാലിക്സിൽ എഴുതണം. കണ്ടോ, എസ് ജനറിക് നെയിം, അത് ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽസിലും, ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലും, ദെൻ യുവർ സ്പീഷീസ് ഷുഡ് ബി ഇൻ ഇറ്റാലിക്സ് ഓർ ഇൻ സ്മോൾ ലെറ്റേഴ്സ്. ഫൈൻ. ഈ സയന്റിഫിക് നെയിംസ് എല്ലാം നമ്മൾ ഇറ്റാലിക്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്.
പിന്നെ നമുക്ക് എന്താ പറയുക ഓതർ സൈറ്റേഷൻ വേണം. എന്ത് സയന്റിഫിക് നെയിം എഴുതിയാലും ഓതർ സൈറ്റേഷൻ വേണം. അപ്പൊ അതിനു വേണ്ടി നമുക്കുള്ളതാണ് we'll have lineage. Okay, L കുത്ത് എന്ന് പറയുന്നത് lineage ആണ്. When you use the abbreviation, you need to write a full stop also there. So that is all about the insertion of a picture. എങ്ങനെയാണ് നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് കളയണമെങ്കിൽ you can just click onto the figure and you just delete it. Okay, if you want to come back, you പെട്ടെന്ന് delete ആയിപ്പോയി, what to do? You only have to press control z. See, control z ഞെക്കിക്കഴിഞ്ഞാൽ തിരിച്ചു വരും. അല്ലെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, undo redo എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഏറ്റവും ടോപ്പിലുണ്ട്. ഹോപ്പ് യു കുഡ് സീ ദ കർസർ there. Okay, സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ആസ് എ ബോട്ടണി സ്റ്റുഡൻസ് യു ഹാവ് ടു ആഡ് യുവർ photos onto your data, right? So if you want to add a photo onto your data and if you want to write something on that, you can do this. പിന്നെ വേറെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നൗ യു നീഡ് ടു ഗോ ഫോർ ഒരു നല്ല ഭംഗിയിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യണം. നല്ല വൃത്തിക്ക് എഴുതണം. ഓക്കെ, നല്ല ഭംഗിയിൽ എഴുതാൻ വേണ്ടി. ഇത് വെറുതെ ഇങ്ങനെ വേഗമായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. സോ വെൻ യു ടേക്ക് എ ടെക്സ്റ്റ് ബോക്സിന്റെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് യു ക്യാൻ റൈറ്റ് the name of plan material. Okay, plan material, put one hyphen and you take the copy of it. See, you know how to take the copy, cut, copy, paste. Right click കൊടുത്തിട്ട് you can take cut and you can write copy paste here. Okay, അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ you have another control C copy, control V paste, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. Okay, we looked at ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ കട്ടായി പോകും. കൺട്രോൾ ബി നെക്കിയാൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട്. ആൻഡ് യു ക്യാൻ പുൾ ദിസ് ഓൾസോ. സി, എന്ത് ഭംഗിയിലാണ് നമുക്ക് എടുക്കണേ. സി ദ ഡാറ്റ, യു ക്യാൻ അറേഞ്ച് ഇറ്റ് വെരി നീറ്റ്ലി. സി, ലുക്ക് അറ്റ് ദാറ്റ്. കണ്ടോ, ഇത് നമുക്ക് വേണ്ട. യു ക്യാൻ ജസ്റ്റ് റിമൂവ് ദാറ്റ്. Okay, see the diagram. When you take a diagram and when you place a name of it, see how neatly we can arrange it, everything. Okay, so this is all about our, when you can press enter and you can go down. Okay, ഇനി നമ്മൾ എഴുതാൻ പോണത് Saraka is an important plant used in the preparation of a lot of medicinal property ഉള്ള ഒരു plant ആണ് Saraka. You go for the alignment, the left alignment. Saraka is an important plant. Used in Ayurvedic industry. Okay, for the preparation of drugs. Okay, preparation of drugs. ഇങ്ങനെ നമുക്ക് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കാം. ഓക്കെ, നൗ ദിസ് ഇസ് ഓൾ അബൌട്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. ഓക്കെ, ഇത്രയും ഫങ്ഷൻസ് ആണ് കൂടുതലും നമുക്ക് പറയാനുള്ളത്. ഇൻസേർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം കൂടി ഞാൻ ചെറുതായിട്ട് പറയാം. Now we go down, take the second page. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ പേജ് ഇല്ല. ഇപ്പൊ പേജിൽ നമ്മൾ ഇവിടെ പോയി ഹോമിൽ പോയിട്ട് അല്ലെങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് ബാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യു പുട്ട് വൺ എൻ്റർ, ഗോ ഓൺ എൻ്റർ. സി, ന്യൂ പേജ് വന്നു. ഒരു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പുതിയ പേജ് വന്നു അല്ലേ. ഇനി നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുക. എത്ര കോളമുള്ള ടേബിൾ നിങ്ങൾക്ക് വേണം. Okay, now you have your number here and you can write like this and type your thing. Serial number ആണ് ആദ്യം നമ്മൾ എഴുതാൻ പോണത്. Name of plant ആണ് എഴുതാൻ പോണത്. Name of plant. Then comes the uses. Okay, is that clear? And you can write this. You can means reduce the size like this. See, കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. Put first number 1 you can put there and you can write Tulsi. And use നമുക്ക് എഴുതാം എന്താണ്, കഫ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇപ്പം bronchodilatory. Okay, this is all about your this thing. And you can കുറച്ചും കൂടി ഭംഗിയാക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ you can select this data, go to home and put it bold. If you want to centralize this data, when you have to centralize this, you press this center button. Okay, ഇനി നമുക്ക് കുറച്ചും കൂടി ഭംഗി, നല്ലൊരു അടിപൊളി ഡിസൈൻ ടെംപ്ലേറ്റ്സ് കൊണ്ടുവരണമെങ്കിൽ ഡിസൈൻ ഇസ് there. സി, പച്ച വേണമെങ്കിൽ പച്ചയുണ്ട്, എന്ത് കളർ വേണമെങ്കിലും ഉണ്ട്. ഓക്കെ, സോ യു ഹാവ്. പിന്നെ ഇത് പഴയതുപോലെ തിരിച്ചു വരണം. യു സെലക്ട് ദിസ്. കണ്ടോ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ see this pattern you can select and you can come back to your this thing. Now you are going to save this.
സേവ് ചെയ്തു. എന്തെങ്കിലും ഒരു പ്ലേസിൽ നമുക്ക് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ആൻഡ് ദ ഹെഡിങ് ഇസ് മെഡിസിനൽ പ്ലാന്റ്സ് ഫോർ എ ന്യൂ ഡ്രഗ് ആൻഡ് സേവ് ദെയർ. ഇങ്ങനെയാണ് നമ്മൾ ഒരു വേർഡിൽ ടൈപ്പ് ചെയ്യുന്നത്. വിൽ കം ബാക്ക് വിത്ത് ലോട്ട് ഓഫ് ഡൗട്ട്സ്. എനിവേ ഫോർ ടൈം ബീയിങ് ഇസ് ദിസ് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. ആൻഡ് വിൽ നൗ മൂവ് ടു അവർ സിമ്പിൾ അനദർ വൺ ദാറ്റ് ഈസ് അവർ MS Excel. സി കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ഈ MS Excel MS ഓഫീസ് പ്രോഗ്രാംസിൽ MS ഓഫീസിൽ MS Excel ഉണ്ട് കേട്ടോ. ഓക്കെ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഐ ഡോണ്ട് ഹാവ് ടു മേക്ക് യു അവെയർ റിഗാർഡിങ് ഓൾ ദിസ് മാറ്റേഴ്സ്. MS ഓഫീസ് എടുക്കുക, അതിൽ പ്രോഗ്രാംസിൽ MS ഓഫീസ് എടുക്കുക. MS ഓഫീസിൽ നമുക്ക് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ അതിൽ എക്സൽ എടുക്കുക. ഫൈൻ. പിന്നെ എക്സൽ ഇതിപ്പോൾ 2010 വേർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതുള്ളത്. ഓക്കെ, ഇതിനകത്ത് കാണുന്ന നിങ്ങൾക്ക് കുറെ സെൽസ് കാണാം അല്ലേ? ദിസ് ഇസ് ദ സെൽ. ഇത് മൊത്തം എന്താ പറയുന്നത്? ദിസ് ഇസ് എ സ്പ്രെഡ് ഷീറ്റ്. അത് നിങ്ങൾക്ക് അറിയാം, ചെറുപ്പം പോലെ അറിയാം. Okay, you have a lot. If you want to add additional sheet, you have to you need to press this button. Okay, see, you got an additional sheet there. There are lot of cells there. See, എന്തോരം സെൽസ് ഉണ്ട്? 26 ഉണ്ട് അല്ലേ? 26 റോസ് ഉണ്ട്. കോളംസ് ആർ റിട്ടൺ ആസ് EBCDE. You can scroll this side also. You വരെ എന്തുണ്ട് അല്ലേ? It's go on like that. Okay, lot of are there. Now we don't have to bother about all these factors, but you need to learn some functions here. Very important function for your project work. നിങ്ങൾക്ക് ഒരു project work കിട്ടിയ you don't have to go for this statistician. You come back here, you itself have to do by yourself. Now you have a data entry here. This is the name of plant. You have carbohydrate content, protein content, amino acid, fiber and lipid content. ഇത് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, സോ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ ടൈപ്പ് ചെയ്യുന്നത് അല്ലേ? ഇതിനകത്ത് you have a plant name, you have the metabolites, you have how much quantity of your each metabolite is being produced by these plants. Fine. Now we ഞാനൊരു റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് ഞാനൊരു ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു കോപ്പി ഇറ്റ്. Ctrl+C, copy. And you my place of interest is this thing. I copy it over here. Okay, now what you have to do is you need to learn in your slide, PowerPoint slide ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളോട്. You need to learn your sum. Okay, you need to learn your sum, mean, median and mode. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് എക്സൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ആർ ഗോയിങ് ടു കോപ്പി സം ടെക്സ്റ്റ്, സം ന്യൂമറിക്കൽസ്. ഓൾമോസ്റ്റ് ഒരു 5-6 ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ യു വിൽ ഗോ ഫോർ ഹിയർ. സി, നമുക്ക് ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, ഫോർമുലാസ്. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫോർമുലാസിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറേ ഓപ്ഷൻസ് ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, യു കുഡ് സീ ലോട്ട് ഓഫ് തിങ്സ്. സി, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചിലതൊക്കെ നമുക്ക് അറിയാം അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. കണ്ടോ, ഇത് ഓൾറെഡി ഇതിനകത്ത് ആക്കി വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നോക്ക്, മീഡിയൻ ഉണ്ട് കണ്ടോ? മീഡിയൻ ഇസ് there and okay, so we'll look through that. Okay, with average വരെ ഉണ്ട്. If you want to take an average of this, the average deviation, average എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. and after that you have to select your data. കണ്ടോ, എന്നിട്ടേ ഡാറ്റ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. then you put okay. see the average 16.875. കണ്ടോ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വി നീഡ് ടു ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ഇറ്റ്. ഇനി നമ്മൾ ഇതിന്റെ മീഡിയൻ കാണാൻ പോകുന്നേ. ഓക്കെ, നൗ യു ഹാവ് അനദർ ഓപ്ഷൻ, മോർ ഫംഗ്ഷൻ ഇസ് ദെയർ. അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മീഡിയൻ കാണാം. സി ദ മീഡിയൻ ആൻഡ് യു ഗോ ദെയർ, യു സെലക്ട് യുവർ ഡാറ്റ. എന്നിട്ടേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ കൊടുക്കുക ആൻഡ് യു ഗോട്ട് യുവർ മീഡിയൻ ഹിയർ. സി, ദിസ് ഇസ് യുവർ മീഡിയൻ. ഇപ്പൊ നമ്മൾ മറന്ന് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഇവിടെ കർസർ കൊണ്ട് വെച്ചാൽ നമുക്ക് മനസ്സിലാവും മീഡിയൻ ആണെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ കർസർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വരും. ഇത് എക്സ്പ്ലെയിൻ ഈ ടൂൾ ബാറിൽ ഏത് കറക്റ്റായിട്ട് കാണാൻ ആവറേജ് ആണോ ഇത് കണ്ടുപിടിച്ചേക്കുന്നത്. സോ നോ പ്രോബ്ലം, യു ക്യാൻ സേവ് യുവർ ഡാറ്റ. ഇനി അനദർ തിങ് യു ആർ ഗോയിങ് ടു ലേൺ ഇസ് അവർ മോഡ്. ഇനി മോഡ് എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം. സിമിലർലി മോർ ഫംഗ്ഷൻ എടുക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുക ആൻഡ് യു ഗോ ഫോർ അവർ mode. Where is our mode? Yes. And you have your mode here. എന്ത് ചെയ്യണം? ഡേറ്റ് സെലക്ട് ചെയ്യണം. ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക.
and you will get the mode. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഈ ഡാറ്റാ സെറ്റിൽ ഏതാണ് അതാണ് മോഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എൻ ഐറ്റം ഇസ് നോൺ ആസ് അവർ മോഡ്. ആൻഡ് വാട്ട് അബൌട്ട് ദ സം? ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യണതാണ് സം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓട്ടോ സം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. Now I'm going to take this data, I'm going to copy it, and I'm keeping over here, and I will paste that. Okay, and if you want to see that, and keep your cursor over here and auto sum edukka. See, automatically you get the sum of your selected areas. Okay, so 135 is your answer. Okay, ഇങ്ങനെയാണ് സം, മീൻ, മീഡിയൻ, മോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി മീഡിയൻ എങ്ങനെയാണ് കാണുന്നത്? മീഡിയൻ എന്ന് പറയുന്ന മിഡിൽ മോസ്റ്റ് വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ മീഡിയൻ. കണ്ടോ, ഈ ഒരു ഡാറ്റ സെറ്റിൽ നിന്നുള്ള മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് അവർ മീഡിയൻ. ആൻഡ് ആവറേജ് അറിയാം നമുക്ക്, 16.8 ആണ് ആവറേജ്. ആവറേജ് സം ചെയ്ത് ഡിവൈഡബിൾ ചെയ്യുന്നതാണ് ആവറേജ് വാല്യൂ ഓഫ് ദീസ് ഡേറ്റ. ആൻഡ് വി ഹാവ് അവർ മോഡ് ഇതാണെന്ന് നമുക്കറിയാം. Okay, so biostatics we'll learn very nicely regarding all these matters. Okay, and now we are going to construct, or we need to make a graph on that. Okay, എങ്ങനെയാണ് എക്സലിൽ ഗ്രാഫ് ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര എന്താ പറയുക, ഈവൻ എ ചൈൽഡ് നോ ഹൗ ടു ഡു ദിസ്, but those who doesn't know how to make a graph, or you have a scatter diagram here, you have a lot of things are there. Okay, we'll go through that regarding how to interpret your data. Data interpretation is very important in whenever you do a research. Okay, this is a data interpretation task, and you can adopt this method in any stream of your work. Okay, now we are going to insert a column. What type of column you like to insert? Okay, let us take this one. See, look here. See, very nicely they have given in a multiple color. The carbohydrate content, protein and fiber content is very good. See the color combination of this? Yes, and this. If this is okay, when you present a slide like this is not good. Why? The x-axis and y-axis is not being written. So that is a problem here. So we need to insert a layout. Okay, and the layout depends on how you can choose it from here. From designs you can choose it. See the design, and you can choose it from here. What kind of this thing is needed? See, it came like this. Kando. In namlandeyum we have to type it in the axis metabolites. Okay, metabolites nammal type ചെയ്തു കൊടുത്തു. കണ്ടോ, ഇനി ഇവിടെ നോക്കിക്കേ, this axis title also you can add something special. Concentration. Okay, concentration and a unit കൊടുക്കുക, mg per gram. Okay, so what you can add a chart title, that you can add the what? You can add the metabolite composition of plants. Okay, this is the way you need to present the data when you do work on your research, or when you submit your project in front of anybody. ആരോട് എന്ത് പറഞ്ഞു, നമുക്ക് എന്ത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചൂസ് ചെയ്യാം അല്ലേ. നമുക്ക് അത്രയും ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് അത്രയും ഡേറ്റ, നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പല സ്റ്റൈൽസ് നമുക്ക് ഫോളോ ചെയ്യാം. സി വാട്ട് എ നൈസ് ഇറ്റ് ഇസ്. കേട്ടോ, വാല്യൂ വരെയും കാണാം. യു ക്യാൻ ടേക്ക് എനി ടൈപ്പ് ഓഫ് പാറ്റേൺ. സി, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഓക്കെ, എങ്ങനെയാണ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? Through that way you should do it. Okay, alle? So this is all about how to insert a chart. Okay, pinna there are options to change the type of chart. Okay, so if you want to if you want to do only the small part, you go to insert and you go for scatter diagram, and you take scattering. Whatever it is, you take a scatter diagram here. See the only individual parameter I have selected. നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട, എനിക്ക് വേണ്ട മിസ്സേ, എല്ലാ കാര്യങ്ങളും വേണ്ട, എനിക്ക് ആകെ കാർബോഹൈഡ്രേറ്റ് മാത്രം മതി ഇത്ര പ്ലാന്റ്സ്. യു ടേക്ക് ഓൺലി കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഗോ ഫോർ സ്കാറ്റർ ഡയഗ്രാം. ആൻഡ് വെൻ യു ക്ലിക്ക് ഓൺ ടു ദിസ് ആൻഡ് ആഡ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ത്രെഡ് ലൈൻ വരും. ആഡ് ത്രെഡ് ലൈൻ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ്
ഇന്റർസെപ്റ്റ് അതിന്റെ ഡിസ്പ്ലേ ഇക്വേഷൻ ഓൺ ആർ വാല്യൂ എന്ന് വെച്ചാൽ കോറിലേഷൻ വാല്യൂ ആണ് കേട്ടോ. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സി വാവ് ലുക്ക് അറ്റ് ദിസ് യു ഗെറ്റ് സ്ലോപ്പിന്റെ റീഡിങ് വരെയും കിട്ടി. y is equal to mx plus c നമ്മൾ പഠിച്ചിട്ടുണ്ട്. y is equal to mx plus c യും പിന്നെ ആർ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഈ വാല്യൂസ് തമ്മിൽ എത്ര കോറിലേഷൻ ഉണ്ടെന്ന് 0.672 ഉള്ളൂ. അതായത് പോസിറ്റീവ് കോറിലേഷൻ അറിയാലോ. കോറിലേഷൻ രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. സി അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാം. സൂപ്പർ ഇറ്റ് ഇസ്. ഒരു സയന്റിഫിക് ഡോക്യുമെന്റേഷനിൽ യു ക്യാൻ യൂസ് ദിസ് സ്കാറ്ററിംഗ് ഡയഗ്രം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ യു ഗോ ഫോർ വോട്ട് സേവ് ചെയ്യാം, സേവ് കൊടുക്കാം. ഓക്കെ, ദിസ് ഡോക്യുമെന്റ് ഇസ് ഓൾറെഡി സേവ്, സോ ഐ തിങ്ക് ഇറ്റ് വോണ്ട് കം ലൈക്ക് ദാറ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് ഇതിന് എക്സലിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ഡേറ്റ ഷീറ്റിന്റെ കാര്യങ്ങളാണിത്. ദർ ആർ ലോട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, അനോവ പോലെ നല്ല നല്ല ടൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ഫോർ ടൈം ബീങ് ദിസ് ഇസ് ഓക്കെ ആൻഡ് ഫൈൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ the MS Excel. ഓക്കെ, ഇനി നമ്മളൊരു പുതിയൊരു പവർ പോയിന്റ് എടുക്കുകയാണ്. ഒരു പവർ പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിലും നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പവർ പോയിന്റ് ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടേ സി. So I'm going to, yesterday I have told you regarding the how to insert what additional slide അല്ലേ. നമ്മൾ ഹോം പോയിട്ട് ഒരു ന്യൂ സ്ലൈഡ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബ്ലാങ്ക് സ്ലൈഡ് ഹിയർ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു പിക്ചർ ആഡ് ചെയ്യാൻ പോകണേ. ഇൻസേർട്ട് എടുക്കുക, അതിന് മുമ്പ് ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാം. എന്താണ് ടൈറ്റിൽ? നമ്മുടെ എന്താണ്, ഓക്കെ, തെറാപ്യൂട്ടിക് പ്ലാന്റ്സ്, തെറാപ്യൂട്ടിക് പ്ലാന്റ്സ്, തെറാപ്യൂട്ടിക് പ്ലാന്റ്സ്. ഓക്കെ, ആൻഡ് യു നീഡ് ടു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കല്ലേ. യു നീഡ് ടു പുട്ട് ഔട്ട്സൈഡ്, കർസർ ഔട്ട്സൈഡ് എടുത്തിട്ട് ഇൻസേർട്ട് പിക്ചർ. ഓക്കെ, ആൻഡ് യു ആർ ഗോയിങ് ടു ആഡ് ദിസ് പിക്ചർ ആൻഡ് ഇൻസേർട്ട്. കണ്ടോ പിക്ചർ വന്നാണ്ട് എന്ത് ഭംഗിയിലാണ് വന്നേക്കണേ നമുക്ക്. സി ഗ്രേറ്റ്, കണ്ടോ. ആൻഡ് യു ക്യാൻ സി ഇങ്ങനെ ആക്കാം. എങ്ങനെ ഫോർമാറ്റിൽ പോയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആക്കാം. ലൈക്ക് ബോർഡർ കൊടുക്കാം. സി എന്ത് ഭംഗിയാ. സി ദ 3D ഇമേജ് കണ്ടോ. ഇങ്ങനെ വരെ ആക്കാം നിങ്ങൾക്ക്. വെരി നൈസ്ലി യു ക്യാൻ ഡു ഇറ്റ്. വോ ഗ്രേറ്റ്. So this is the way you can modify or beautify your presentations. Fine. So I hope this part is also clear. കാരണം നമുക്ക് കൂടുതലും ബൊട്ടാനിക്സിന് കൂടുതലും പ്ലാന്റ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താ പറയാ, ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാം. We go for text box and write there Coleus aromaticus. Okay, and you need to select this one and write it as italics and bold, and you can place it in the center. Okay, നമുക്ക് സെന്ററിൽ കൊണ്ടുവരാം. കാരണം ടെക്സ്റ്റ് ബോക്സ് ആയതുകൊണ്ട് there is no need, you can pull it like this. So this is the way you need to you can do it in MS your PowerPoint presentations. കണ്ടോ എന്ത് ഭംഗിയാണ്. And you can add again, you need to add again a text box there and you can type there thank you. Okay, അപ്പോൾ നിങ്ങൾ പറയും ആ മിസ്സേ വേർഡ് ആർട്ടൊക്കെ ഇല്ലേ, വേർഡ് ആർട്ടിലൊക്കെ ചെയ്തോളൂ. പിന്നെ വേർഡ് ആർട്ടും ചെയ്യാം. എനിത്തിങ് യു ക്യാൻ ഡു. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ്ഡ് ആയാൽ യു വിൽ ബി വെരി ഗുഡ് ഇൻ യുവർ വർക്ക്. യു ക്യാൻ ഡു വാട്ട് എവർ യു ലൈക്ക്. ഓക്കെ അല്ലേ. സി വേർഡ് ആർട്ട് ഇസ് ദെയർ. ഇപ്പോൾ വേർഡ് ആർട്ടിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് താങ്ക് യു എന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടോ. ഓക്കെ, സി എന്ത് ഭംഗിയാ നോക്കിയേ അല്ലേ. ഇത്രയും നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടെ സ്ലൈഡ്സ് വരെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ആൻ എക്സൽ ഹിയർ. We have an Excel here. So we have our sheet 2 here. നമ്മൾ കുറച്ച് ഡാറ്റ ഒക്കെ ടൈപ്പ് ചെയ്ത് വെച്ചായിരുന്നു. I don't know where is the data. Okay, we'll look through that data. Let me close this. Okay, ഇനി നമ്മൾ ആ ഇതിലേക്ക് നമ്മൾ ഈ ചാർട്ട് ആഡ് ചെയ്യാൻ പോവാണേ. See, now you have I'm going to take this one and right click ചെയ്തു, കോപ്പി എടുത്തു. റൈറ്റ് ക്ലിക്ക് കോർണറിൽ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ നമ്മുടെ പവർ പോയിന്റ് എടുത്തു. We are going to add new slide
and we are going to put the cursor over. ഉള്ളിൽ വെക്കരുത്, പുറത്ത് വേണം വെക്കാൻ. എന്നിട്ട് കൺട്രോൾ V കൊടുക്കുക. See, wow, look at this. കണ്ടോ എന്ത് ഭംഗിയിലാ വന്നേക്കണേ നോക്കിക്കേ. This is the way of inserting your what? This is the way. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ടൈറ്റിൽ ഒക്കെ മാറ്റാം കേട്ടോ. കണ്ടോ? So this is all about your insertion of the chart into the PowerPoint. കണ്ടോ? ആ എക്സലിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത്. അല്ലാതെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇൻസേർട്ടിൽ പോയിട്ട് പിക്ചറായിട്ട് നമുക്ക് സേവ് ചെയ്തിടാം. ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് ചെയ്യണത്. ഞാൻ വേർഡിൽ പോയിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഓക്കെ, so this is all about our matter. And okay, so for time being we are going to we'll stop the presentation and we'll have a discussion on these topics.